ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് അപ്പോൾ LDFന്റെ ആളുകൾ പറഞ്ഞു ഷാഫി വരും എന്ന് കേൾക്കുന്നുണ്ട്. ഷാഫി വന്നാൽ അവിടെ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും എന്ന് പറയാലോ. അപ്പോൾ LDFന്റെ ആളുകളെല്ലാം ഷാഫിയുടെ കെണിയിൽ വീഴാതിരിക്കാൻ പിരിഞ്ഞുപോയി, മാറി നിന്നു. ഷാഫി അങ്ങനെ കരുതിയത് പോലീസിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന സംഘർഷമല്ല ഷാഫി ഉദ്ദേശിച്ചത്. ഷാഫി ഉദ്ദേശിച്ചത് LDFന്റെ പ്രകടനത്തിന് നേരെ ഇരച്ചു കയറുക, അവിടെ സംഘർഷം ഉണ്ടാക്കുക എന്നായിരുന്നു. പക്ഷെ അത് LDFന്റെ പ്രവർത്തകരുടെ ആത്മസമയനം കൊണ്ട്, ഷാഫിയുടെ ഈ കാഞ്ഞ ബുദ്ധി തിരിച്ചറിഞ്ഞത് കൊണ്ട് അത് നടന്നില്ല. പിന്നെ അവിടെ പോലീസുമായി സംഘർഷത്തിൽ ഏർപ്പെടുകയാണ്. ഇപ്പം ചില വീഡിയോ ദൃശ്യങ്ങളെല്ലാം കാണിച്ചിട്ട് ഷാഫിക്ക് നേരെ ക്രൂരമായ മർദ്ദനമുണ്ടായി എന്നൊക്കെ അങ്ങ് പ്രചരിപ്പിക്കുക. ഇതെല്ലാം ഷാഫിയുടെ ഷോയാണ്. ഷാഫി ഇതിന് മുന്നേയും ഒരുപാട് ഷോ കാണിച്ച ആളാണല്ലോ, നമുക്കറിയാലോ. ഷാഫിയും സംഘവും കരുതുന്നത് ഇങ്ങനെയുള്ള ചില ഷോ കാണിച്ച് UDF കേരളത്തിൽ അകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് തൽക്കാലം മറികടക്കാം എന്നാണ്. അതിൽ നിന്നും അങ്ങനെ എളുപ്പത്തിൽ മറികടന്നു പോവാൻ UDFന് കഴിയില്ല എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. എന്തൊക്കെയാ ഷാഫിയും സംഘവും നേരിടുന്ന ചോദ്യങ്ങൾ? ഷാഫിയും സംഘവും നേരിടുന്ന ചോദ്യങ്ങൾ അത് വയനാടിന് വേണ്ടി യൂത്ത് കോൺഗ്രസ്സുകാർ പിരിച്ച പണം എവിടെ എന്ന ചോദ്യമാണ്. ഷാഫി പച്ചക്കള്ളം പറഞ്ഞു. ഒരു ഘട്ടത്തിൽ ഷാഫി പറഞ്ഞു, നിങ്ങൾ മാധ്യമപ്രവർത്തകരോടല്ലേ പറഞ്ഞത്, ഷാഫി പറഞ്ഞത് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് സ്ഥലം ആവശ്യപ്പെട്ടിരുന്നു, ഗവൺമെൻറ് സ്ഥലം തന്നില്ല എന്നാണ്. ഉടൻ തന്നെ റവന്യൂ മന്ത്രി ചോദിച്ചു, ആരോട് ആവശ്യപ്പെട്ടു, എന്ത് രേഖയുണ്ട് കാണിക്കാൻ? ഷാഫിക്ക് പിന്നെ അതിനെക്കുറിച്ച് മിണ്ടാട്ടമില്ല. രാഹുൽ മാങ്കൂട്ടത്തോട് യൂത്ത് കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ വെച്ച് ആളുകൾ ചോദിച്ചു, അല്ല പിരിച്ച കോടികൾ എവിടെ? വിവിധ ചലഞ്ചുകൾ വഴിയും വിദേശത്ത് പോയിട്ടും NRI അവരുടെ അനുഭാവികളെ വെച്ചെല്ലാം പിരിച്ച കോടികൾ എവിടെ? പിന്നെയാണ് പൊതുസമൂഹത്തിന് മനസ്സിലായത് പിരിച്ചെടുത്ത കോടികൾ ഗർഭചിത്രം നടത്താനും ബാംഗ്ലൂരിലേക്ക് പോവാനും കേസുകൾ സെറ്റിൽ ചെയ്യാനും വേണ്ടി ഉപയോഗപ്പെടുത്തി എന്നല്ലേ ആളുകൾക്ക് മനസ്സിലായത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇമാതിരി പൊറാട്ട് നാടകങ്ങൾ കളിച്ച് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു അധപ്പതനം നോക്ക്. കേരളത്തിലെ കോൺഗ്രസ് ഷാഫിയുടെ ഫാൻസ് അസോസിയേഷനായി മാറുന്നു. എന്തൊരു നാണക്കേടാണ്! എന്തെല്ലാം തെമ്മാടിത്തമാണ് ഈ സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത്.